രാത്രി ഇരുട്ടി, എല്ലാരും ഉറങ്ങുന്നു. റൂമിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു നേരത്ത് ആ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോയിട്ട് ആ ബാത്റൂമിലേക്ക് പോയി ഒതു എടുത്തിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു ഫീല് അത് വേറൊന്നിനും നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയില്ല. എന്നാൽ ആ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുന്നത് വളരെ കഷ്ടപ്പാടായിരിക്കും. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു 6 അടി വെച്ച് ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിൽ പൊതിഞ്ഞിരുന്ന ആ വെള്ളം നമ്മുടെ കാലിൽ തട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതോടുകൂടെ തന്നെ പകുതി നമ്മുടെ ഉറക്കം നമുക്ക് അവിടെ പോവുകയാണ്. അതിനുശേഷം മുഖത്തേക്ക് വെള്ളം ഒഴിക്കുമ്പം പൂർണ്ണമായിട്ടും നമ്മുടെ ഉറക്കം അവിടെ പോവുകയാണ്. എന്നിട്ട് 2 റക്അത്ത് നമസ്കാരം ആ ഇരുട്ടത്ത് പോയിട്ട് നിസ്കരിച്ചിട്ട് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ പടച്ച റബ്ബിനോടൊന്ന് പറയണം. എക്സാം ആവട്ടെ, ബിസിനസ്, കച്ചവടം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ റബ്ബിനോട് നമ്മളൊന്ന് പറയണം. എന്നിട്ട് നമ്മുടെ റബ്ബിനോട് എല്ലാ പാപങ്ങളും പാപമോചനം തേടണം. ഇതോടുകൂടെ നമ്മളൊരു 6 അടി ബാത്റൂമിലേക്ക് നടന്ന് ഒതുവെടുക്കുന്നത് നമുക്ക് ആദ്യം നിങ്ങൾക്ക് നേടണമോ, അതോ നിങ്ങൾക്ക് നാളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്ത് 1000 കൊല്ലം നിങ്ങൾക്ക് നടക്കുന്നുവോ? നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം എന്ത് വേണമെന്ന് തന്നെ. ഇതൊക്കെ ജീവിതത്തിൽ കൺസിസ്റ്റൻസി ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ തുടരെ ഇത് ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ലഭിക്കും. നാളെ നമുക്ക് സ്വർഗത്തിൽ പോയാൽ ഏറ്റവും ഉന്നത പദവിയും അതുപോലെ തന്നെ നമുക്ക് ഈമാന്റെ പ്രകാശവും അർശിന്റെ തണലും തുടങ്ങിയ പലവിധ കാര്യങ്ങൾ, ഒരുപാട് ഓർമ്മശക്തി, ബുദ്ധിശക്തി, വിഷമങ്ങളും എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് തഹജ്ജുദ് എന്ന നമസ്കാരം രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ശ്രമിക്കുക. സുബഹി പോലും നമുക്ക് കറക്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം കറക്റ്റ് ചെയ്ത് നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.